പത്തനംതിട്ടയിൽ ഇത്തവണ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ആന്റോ ആന്റണി എന്ന മണ്ഡല രൂപീകരണം മുതൽ ഇങ്ങോട്ട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ മറികടക്കാൻ തോമസ് ഐസക്കിനെ CPM രംഗത്തിറക്കിയപ്പോൾ നോക്കൂ, അനിൽ ആന്റണിയെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. അതായത് ആന്റോ ആന്റണി, തോമസ് ഐസക്, അനിൽ ആന്റണി, ഈ മൂന്ന് പേരുടെ പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 2,97,396 വോട്ട്, 27% വോട്ട് നേടിയ പത്തനംതിട്ട ഇത്തവണ BJP പിടിക്കുമെന്ന് BJPയുടെ ചില ദേശീയ നേതാക്കളൊക്കെ അവകാശപ്പെടുന്നു. BJP പിടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അവിടെയും ഇത്തവണയും UDFന് തന്നെയാണ് എഡ്ജ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്ത് വിചാരിക്കുന്നു? അനിൽ ആന്റണി പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്, BJP പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ വിദൂര സാധ്യത തന്നെ പറയാവുന്ന മണ്ഡലമാണ്. പക്ഷേ BJPയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമോ എന്നുള്ളതാണ് ഒറ്റുനോക്കുന്നത്. അതിനൊരു പ്രധാന കാരണം ക്രിസ്ത്യൻ വോട്ടുകളിലെ പോളറൈസേഷനാണ്. അത് BJP പ്രതീക്ഷിച്ചത്ര ഉണ്ട് എങ്കിൽ മാത്രമേ അതിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവസാനം ആ മണ്ഡലത്തെ മൊത്തം കൊണ്ടുപോകാൻ കഴിയുന്നത്ര, ഏറ്റെടുക്കാൻ കഴിയുന്നത്ര ഒരു വോട്ട് ഷെയറിലേക്ക് BJPക്ക് കടന്നെത്താൻ ഇപ്പോഴും കഴിയുമോ എന്നുള്ളത് തന്നെയാണ് സംശയമാണ്. 32.8 കഴിഞ്ഞ തവണത്തെ LDFന്റെ വോട്ട് ഷെയർ. അത് BJPയുടെ വോട്ട് ഷെയറുമായി 4% മാത്രം വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. അതായത് 2,97,396 3 ലക്ഷം കടത്തിയാൽ പത്തനംതിട്ടയിൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമോ? അറിയില്ല. നമുക്ക് നമ്മുടെ പാനലിസ്റ്റുകളോട് ചോദിക്കാം. ഡോക്ടർ G. ഗോപകുമാർ, അങ്ങ് വിചാരിക്കുന്നുണ്ടോ പത്തനംതിട്ടയിൽ BJPക്ക് ഒരു സാധ്യതയുണ്ട് എന്ന്? അല്ലെങ്കിൽ ആന്റോ ആന്റണിയെ തോമസ് ഐസക്കിന് തോൽപ്പിക്കാൻ കഴിയുമെന്ന്? എന്താണ് പത്തനംതിട്ടയുടെ സാധ്യതയെ കാണുന്നത്? പരമ്പരാഗതമായി പത്തനംതിട്ട ഒരു UDF മണ്ഡലം തന്നെയാണ്. ആന്റോ ആന്റണിക്ക് അവിടെ വലിയ ജനകീയത ഉണ്ടായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം കുറച്ച് വിമർശനങ്ങളൊക്കെ ആന്റോ ആന്റണിക്ക് അവിടെ മണ്ഡലത്തിലുണ്ടായിരുന്നു. വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. കുറച്ചൊരു അവിടുത്തെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അദ്ദേഹത്തിന് വന്നിരുന്നു. പക്ഷേ ആന്റോ ആന്റണിക്ക് വന്ന ഗുണം ഈ നിർത്തിയ 2 സ്ഥാനാർത്ഥികളെക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയായി വരാൻ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ്സിന് ശക്തമായൊരു മണ്ഡലമാണ് പത്തനംതിട്ട. തോമസ് ഐസക്കിന് അവിടെ വിജയിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് ഒരിക്കലും അനുകൂലമായിട്ട് വരാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സാധ്യത നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണാൻ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് അത് തോമസ് ഐസക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്നതും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ മണ്ഡലങ്ങളിലെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വഭാവമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. അതേപോലെ അനിൽ ആന്റണിയുടെ കാര്യത്തിൽ വലിയ മാധ്യമ പ്രാധാന്യം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ചെറുപ്പക്കാരനാണ്, പ്രവർത്തന രംഗത്ത് വരുന്നതേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. BJPക്ക് കുറച്ച് വോട്ടുകൾ, നല്ല ശക്തമായ വോട്ടുകളുള്ളൊരു മണ്ഡലം തന്നെയാണ്. സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ തന്നെ ഇത്തവണ അനിൽ ആന്റണി പിടിക്കുമെങ്കിൽ അതൊരു നേട്ടമായിരിക്കും. പക്ഷെ അതിനപ്പുറം പോകാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് UDF സ്ഥാനാർത്ഥിക്ക് നല്ല മുൻതൂക്കമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. ആന്റോ ആന്റണി 2009 മുതലുള്ള അദ്ദേഹത്തിന്റെ ആ വിന്നിംഗ് സ്ട്രീക്ക് നിലനിർത്തുമെന്നുള്ളതാണ് അങ്ങ് അഭിപ്രായപ്പെടുന്നത്. CP റാഷിദിന് എന്ത് തോന്നുന്നു? ആന്റോ ആന്റണി ഇത്തവണയും പത്തനംതിട്ടയിൽ നിന്ന് ജയിക്കുമോ? 4ാം തവണയും പത്തനംതിട്ട ആന്റോ ആന്റണിയെ തെരഞ്ഞെടുക്കുമോ? പത്തനംതിട്ടയിൽ K. സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനെ പ്രധാനമായി സ്വാധീനിച്ച ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മുൻനിര സമരം നയിച്ച BJP നേതാവായിരുന്നു. അന്ന് അദ്ദേഹം അതിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ വലിയ രീതിയിലുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് നടത്തിയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ K. ആന്റണി ആ തരത്തിലേക്ക് ഉയർന്നു വരില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം K. സുരേന്ദ്രൻ പിടിച്ച വോട്ടിലേക്കും അനിൽ ആന്റണി എത്താൻ സാധ്യതയില്ല. അനിൽ K. ആന്റണിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പൊതുവെ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ കാണാം, അത് കോൺഗ്രസിലായാലും കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ദേശീയ തലത്തിൽ നിന്ന് ചില നേതാക്കളെ സംസ്ഥാനത്തേക്ക് അയക്കും തെരഞ്ഞെടുപ്പുകളിൽ. അതേപോലെ ഈ പ്രാവശ്യം BJP അയച്ച ഒരു തെറ്റായ തീരുമാനമാണ് അനിൽ K. ആന്റണി എന്നുള്ള സ്ഥാനാർത്ഥി. ഞാൻ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അവിടെ കൃത്യമായ ഒരു BJPയുടെ രാഷ്ട്രീയം പറഞ്ഞ് ശീലിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ഒരു റിസൾട്ട് അവർക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. തീർച്ചയായും ആ നിരീക്ഷണത്തിൽ പ്രസക്തിയുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ആറന്മുളയിലൊക്കെ 50,000-ന് മുകളിൽ, കോന്നിയിൽ 47,000. കഴിഞ്ഞ പ്രാവശ്യം അതിന് പറ്റുന്ന സാഹചര്യം ശബരിമല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു, അതിനുശേഷം നടന്ന കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു. ശരിയാണ്, അതിനുശേഷം അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും BJPക്ക് ഒരു സാഹചര്യം ഉണ്ടായാൽ വോട്ട് പോൾ ചെയ്യിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് പത്തനംതിട്ട എന്ന പ്രസക്തി അവിടെ നിൽക്കുന്നു. പക്ഷേ അവിടെ നോക്കൂ, ആ മേഖലയിലെ എല്ലാ നിയമസഭാ സെഗ്മെന്റുകളും LDFന്റേതാണ്. LDFന് എന്തുകൊണ്ടാണ് ഒരു ബാലി കേറ മലയായി പത്തനംതിട്ട നിൽക്കുന്നത്? ആന്റോ ആന്റണിയുടെ സാന്നിധ്യം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്.
തോമസ് ഐസക്ക് അവിടെ ആ വിധത്തിലുള്ള ഒരു പ്രയോജനം ഐസക്കിനെ നിർത്തിക്കൊണ്ട് ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഐസക്ക് പുതിയ പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചെങ്കിലും അത് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു പ്രദേശമല്ല പത്തനംതിട്ട. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ UDF എഡ്ജ് എന്ന് പറയുമ്പോഴും എനിക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ പാർലമെന്ററി രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും മികച്ച പാർലമെന്റേറിയന്മാരെ അങ്ങനെ ആകാൻ സാധ്യതയുള്ളവരെ തിരഞ്ഞെടുക്കാതെ പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ആ തോമസ് ഐസക്കിനെ തിരഞ്ഞെടുക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മികച്ച ഒരു പാർലമെന്റേറിയനെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്.